നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകരുടെ കയ്യിൽ നിന്ന് കുറേ തല്ല് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ തല്ലും കിട്ടി വീട്ടിൽ വരുമ്പോൾ അത് കാര്യം പറയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി കാണും. പഴയൊന്ന് കുട്ടിക്കാലം ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കാലമാകെ മാറി. ഇപ്പോൾ അധ്യാപകർ മക്കളെ തൊട്ടാ ചോദ്യം ചെയ്യാൻ അച്ഛനമ്മമാർ അധ്യാപകരിലേക്ക് ചെല്ലും. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംഭവം ബീഹാറിലാണ് കേട്ടോ. ഹോംവർക്ക് ചെയ്യാത്ത വിദ്യാർത്ഥിയെ അധ്യാപകൻ ശകാരിച്ചതിനെ തുടർന്ന് സ്കൂളിൽ കയറി അധ്യാപകരെ കുടുംബം അങ്ങ് തല്ലി. ഇത് സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോയും ഈ ഒരു വാർത്തയും. സംഭവം ബീഹാറിലാണ്. ബീഹാറിലെ ഗയാ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. രാകേഷ് രഞ്ജൻ ശ്രീവാസ്തവ എന്ന അധ്യാപകനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇതേ അധ്യാപകൻ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ കുട്ടി പിന്നീട് തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ കൈയും കെട്ടി നോക്കി നിൽക്കാതെ നേരെ ചെന്നു സ്കൂളിലേക്ക്. സ്കൂളിൽ ചെന്ന് കാര്യവിവരങ്ങൾ തിരക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അധ്യാപകന്മാരെ കൈ കെട്ടിയ വടി കൊണ്ട് അടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ ജൂലൈ 5 സംഭവം നടന്നിട്ട് 2-3 ദിവസമായി. പക്ഷേ ഈ വീഡിയോ കയറി അങ്ങ് കൊളുത്തി. ഇതങ്ങ് വളരെ വൈറലായി. അധ്യാപകരെ കുടുംബം ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ്. ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ആക്രമണത്തിൽ പരിക്കേറ്റ അധ്യാപകൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലും അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. പരിക്ക് ഗുരുതരമല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നാൽ പോലും ഒന്ന് കാലം പോയ പോക്കെ ബീഹാറിലെ ഷാവാസ്പൂർ മിഡിൽ സ്കൂളിലാണ് ഈ നാടകീയമായ രംഗങ്ങൾ സംഭവിച്ചത്. സംഭവം വേറൊന്നും കൊണ്ടല്ല, ഈ അധ്യാപകൻ എന്തിനാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്താണ് കാരണം, അധ്യാപകൻ എന്തുകൊണ്ടാണ് കുട്ടിയെ ആക്രമിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ പല ദിവസങ്ങളായി തന്നെ ഈ കുട്ടിക്ക് മേൽ ഇങ്ങനെയുള്ളൊരു ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ, ആ സ്കൂളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണോ കാര്യങ്ങൾ മാറുന്നത്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ അധ്യാപകൻ മർദ്ദിച്ചത് തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ കുട്ടി ചെന്ന് വീട്ടിൽ പോയി അച്ഛനും അമ്മയുടെ കാര്യം പറഞ്ഞു. ഈ അധ്യാപകൻ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി ചെന്ന് മാതാപിതാക്കളോട് പോയി കംപ്ലയിൻറ്റ് പറഞ്ഞത്. ഞാൻ പറയാറുന്നേ, സാധാരണ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാനെന്നല്ല എന്നെക്കാളും കുറച്ചുകൂടി മുതിർന്നവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ വീട്ടിൽ ചെന്ന് പരാതി പറയുകയാണെങ്കിൽ ഉടനെ വീട്ടുകാർ വീണ്ടും അതിൻ്റെ പേരിൽ വീണ്ടും ഈ കുട്ടികളെ അടിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ മാറിയത്. പക്ഷേ കാലമൊക്കെ ഒട്ടാകെ മാറി. സ്കൂളിലൊന്നും അധ്യാപകർ മർദ്ദിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല എന്നുള്ളത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വന്നു. ഒന്ന് ഹാർഷായിട്ട് പോലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പല സ്കൂളുകളിലും ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങളും കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബീഹാറിൽ ഈ സംഭവം നടക്കുന്നത്. കേരളത്തിലൊന്നുമല്ല, എന്നാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സ്കൂളുകളിലും ഇപ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു വീഡിയോ കയറി കൊളുത്തുന്നത് വൈറലായി മാറുന്നത്. എന്തായാലും അധ്യാപകർ കുട്ടികളെ അടിക്കാനോ വേണ്ടി ഓങ്ങുമ്പോഴേക്കും നിലവിൽ 2 വട്ടമൊന്നുമല്ല, ഒരു 5 വട്ടമെങ്കിലും ഒന്ന് ആലോചിക്കണം. കാരണം ഇതേ വിദ്യാർത്ഥികൾ പോയി അച്ഛനമ്മമാരോട് പരാതി പറഞ്ഞാൽ പിന്നെ നേരിടാൻ വരുന്നത് അവർ തന്നെയായിരിക്കും. പിന്നെ സ്കൂളിൽ ബഹളമാവും, ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ട് അധ്യാപകർ സൂക്ഷിക്കുക, വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് പെരുമാറുക.